ആണവയുഗത്തിന്റെ പുതിയ ഭീമൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. RS-28 സർമാറ്റ്, നാറ്റോയിൽ സാറ്റൻ-2 എന്ന ഭീകരനായ പേരിൽ അറിയപ്പെടുന്നു. ആണവ തിരിച്ചടിയുടെ ഭീഷണിയും ആധുനികതയും ഒരുപോലെ നിലനിർത്താനുള്ള മോസ്കോയുടെ പ്രതിജ്ഞയിൽ നിന്നാണ് സർമാറ്റിന്റെ കഥ ആരംഭിച്ചത്. ശീതയുദ്ധത്തിന്റെ ഇരുണ്ട കാലം മുതൽ റഷ്യയുടെ ഭൂ-അധിഷ്ഠിത ആണവ ആയുധ സമാഹാരത്തിന്റെ മുഖ്യമായ ഭാഗമായിരുന്നു പഴയ ഭീമൻ മിസൈൽ SS-18 സാറ്റൻ. എന്നാൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കാരണം അതിന്റെ പുനർജനനം ആവശ്യമായി കൊണ്ടുവന്നു. പടിഞ്ഞാറിന്റെ ഏതു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ കഴിവുള്ള പുതിയൊരു വിനാശകാരിയായ ആയുധം. 2011 ക്രെംലിൻ അതിനു പച്ചക്കൊടി കാണിച്ചു. മുൻഭാവത്തിൽ കാണാനാവാത്ത ഒരു മിസൈൽ രൂപകൽപ്പന ചെയ്യാനായി വലിയ സാമ്പത്തിക വിഭവങ്ങൾ ഒഴുകി. 3 ഘട്ടങ്ങളുള്ള ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന ഭീമൻ, 35 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവും ഉള്ളത്. ഭീതി പകരുന്ന ഭാരം ചുമക്കുന്ന 10 കനത്ത വാർ ഹെഡ് ഉള്ള, അല്ലെങ്കിൽ 16 ചെറിയ വാർ ഹെഡ് പിടിപ്പിക്കാൻ കഴിയുന്നു. ഭൂഖണ്ഡങ്ങൾ കടന്ന് എത്തിച്ച് ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർത്ത് ലക്ഷ്യം ഭേദിക്കുക. റഷ്യൻ എഞ്ചിനീയർമാർക്ക് അതിൽ അവൻഗാർഡ് ഗ്ലൈഡ് വാഹനങ്ങൾ സ്ഥാപിക്കാനുള്ള സൗകര്യവും ചേർക്കാൻ കഴിഞ്ഞു. മാക്ക് 20 മുകളിൽ പോകുമ്പോഴും ഇടയ്ക്ക് വഴിമാറി ലക്ഷ്യത്തിലെത്തുന്ന തരത്തിലുള്ളത് പിടികൂടൽ അസാധ്യമാക്കാൻ. അതിൽ കൂടുതലായി ലോകത്തിന്റെ ഉത്തരഭാഗത്തെ പ്രതിരോധ സംവിധാനങ്ങളെ ചതിച്ചു കടക്കാൻ ദക്ഷിണധ്രുവത്തിലൂടെ, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെന്റ് സിസ്റ്റം OBSO ഈ ലോകാന്തര കക്ഷാത്രപ്പത്തിലൂടെ വളഞ്ഞു ചെന്നുവെന്നു പറയുന്ന പേടിപ്പിക്കുന്ന തന്ത്രവും ഉണ്ടാക്കി. ലോകം ആദ്യമായി ഈ മിസൈലിന്റെ ശക്തി കണ്ടു ഏപ്രിൽ 20, 2022 പ്ലെസെറ്റ്സ്ക് കോസ്മോഡ്രോമിൽ നിന്നു ഉയർന്നപ്പോൾ. ആർട്ടിക് ആകാശം പ്രകാശപൂരിതമായി. റഷ്യ അത് വിജയമെന്നു പ്രഖ്യാപിച്ചു. സർമാറ്റ് അവരുടെ തന്ത്രശക്തികളുടെ പുതിയ മുഖമാകുമെന്ന് തെളിവായി. പിന്നീട് 2023 സെപ്റ്റംബറിൽ മിസൈൽ ഔദ്യോഗികമായി സേവനത്തിലേക്കു പ്രവേശിച്ചതായി ക്രെംലിൻ അറിയിച്ചു. ശത്രുക്കൾക്കും സുഹൃത്തുക്കൾക്ക് ഒരേ സമയം ഭയം പകർന്ന സന്ദേശമായി അത് മാറി. എങ്കിലും ഔദ്യോഗിക ആഘോഷങ്ങളുടെ പിന്നാലെ പ്രവർത്തന സാധ്യതയുടെ വഴി സൗമ്യമായിരുന്നില്ല. ദ്രാവക ഇന്ധനമോടിയുള്ള എഞ്ചിനുകൾ ശക്തിയിലും അതിമനോഹരമായിരുന്നു, എന്നാൽ അത് വിപരീത സ്വഭാവവും കാണിച്ചു. എന്നിരുന്നാലും റഷ്യ സാത്താന്റെ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സർമാറ്റ് ക്രെംലിനിന് വെറും ലോഹവും ഇന്ധനവും മാത്രമല്ല, ഏതൊരു ശത്രുവിനെയും ഭൂമിയിലെ ഏതൊരു ഭാഗത്തെയും ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമാണ്. അതിലൂടെ മഹാശക്തി സ്ഥാനം സംരക്ഷിക്കാൻ സാധിക്കും എന്ന അവകാശബോധത്തിന്റെ പ്രതീകം ആണ് RS-28. ഇന്ന് റഷ്യയുടെ വിശാല ഭൂഭാഗങ്ങളിൽ സർമാറ്റ് നിലകൊള്ളുന്നു, എന്നാൽ എപ്പോഴും സംശയങ്ങളുടെ നിഴലിൽ നിന്ന് ഒഴിയാതെ നിൽക്കുന്നു. ആണവയുഗത്തിന്റെ പരസ്പര വിരുദ്ധത ആണ് ഇതിന് കാരണം. എന്നിരുന്നാലും പരമവിനാശത്തിന്റെ ഭീഷണിയിലൂടെ സമാധാനത്തിന്റെ പ്രതീക്ഷ നിലനിർത്തുന്നത് ഈ ബോംബാണ്.